ജിന്നുകളുടെ ശല്യമുണ്ട്. അതവർ ഉണ്ടാക്കി തീർക്കുന്ന വസ്വാസുകളാകാം. അതുപോലെ തന്നെ സിഹറിന്റെയും കണ്ണീറിന്റെയും ആളുകൾ പ്രവർത്തിക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ ജിന്നുകളിലൂടെ ഉണ്ടാകാം. പല രോഗങ്ങളും ജിന്നുകളിലൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജിന്ന് ബാധയുണ്ട്. അതൊക്കെ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പല നിലക്കുള്ള ഷർറുകളും ദുഷിച്ച ജിന്നുകളിൽ നിന്നുണ്ടാകാം. അത്തരം ഷർറുകളിൽ നിന്ന് വഅൈനിൽ ഇൻസാൻ, മനുഷ്യരുടെ കണ്ണീറിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് അഭയം തേടിയിരുന്നു. അപ്പോൾ കണ്ണീർ യാഥാർത്ഥ്യമാണ്, ജിന്നുകളുടെ ശല്യവും യാഥാർത്ഥ്യമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവയിൽ നിന്ന് കാവൽ തേടിയിരുന്നു. ഹത്താ നസലത്തിൽ മുഅവ്വിദതാൻ, മുഅവ്വിദതാൻ ഇറങ്ങുന്നത് വരെ. മുഅവ്വിദതാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസുമാണ്. എല്ലാ നിലക്കുമുള്ള കണ്ണീറിൽ നിന്നും അസൂയയിൽ നിന്നും പൈശാചികമായ ഉപദ്രവങ്ങൾ